ഡോർ ക്ലോസ് ചെയ്യണേ. ട്രേറ്റ് തിയറി. വാതിലടക്കി സൗണ്ട് വരുന്നു. Trait theories of personality. The trait theories describe personality in terms of different traits which refer to dispositions or patterns of thought, emotion and behavior. Trait theory എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ട്രേറ്റ് എന്ന് പറയുന്നത് എന്താ? സ്വഭാവ രീതി. അത് വെച്ചിട്ട് പേഴ്സണാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. ഡിഫറെൻറ്റ് ട്രേറ്റ്സ് വിച്ച് റെഫർ ടു ഡിസ്പോസിഷൻസ് ഓർ പാറ്റേൺസ് ഓഫ് തോട്ട്, ഇമോഷൻ ആൻഡ് ബിഹേവിയർ. കണ്ടോ, ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകളുടെ പാറ്റേൺസ്, നമ്മുടെ ഇമോഷൻസ്, ബിഹേവിയർ, ഇതൊക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അതിനെയാണ് നമ്മൾ സ്വഭാവ രീതി അല്ലെങ്കിൽ ട്രേറ്റ് എന്നൊക്കെ പറയുന്നത്. ട്രേറ്റ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഓവർ ടൈം ആൻഡ് അക്രോസ് സിറ്റുവേഷൻസ്. ട്രേറ്റ് പലപ്പോഴും എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. പല സിറ്റുവേഷൻസിലും നമ്മുടെ സ്വഭാവ രീതിക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. ദ ട്രേറ്റ് അപ്രോച്ച് ഹൈലൈറ്റ്സ് ഹൗ ഇൻഡിവിജ്വൽ ഡിഫർ ഇൻ വേരിയസ് ട്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, യു മേ ബി വെരി സോഷ്യബിൾ വൈൽ യുവർ സിസ്റ്റർ ഈസ് ഷൈ. യുവർ ക്ലോസ് ഫ്രണ്ട് may always be anxious whereas you are calm. ഇപ്പം എന്താ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, നമ്മൾ ചിലപ്പോൾ നല്ല സോഷ്യബിൾ ആയിരിക്കും, പക്ഷേ നമ്മുടെ സിസ്റ്റർ എന്തായിരിക്കും? ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ ക്ലോസ് ഫ്രണ്ട് ചിലപ്പോൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഭയങ്കര കാമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ട്രേറ്റ് ആണ്. ഓരോരുത്തരെ സംബന്ധിച്ച് എന്തായിരിക്കും? ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. Traits vary on a continuum from one extreme to the other. However, majority of the people fall in the middle of the continuum of the trait. ഒരു കണ്ടിന്യം ഉണ്ട്, കൂടുതൽ കുറവ് എന്നുള്ളൊരു കണ്ടിന്യം. മെജോറിറ്റി എങ്ങനെയായിരിക്കും? അതിൻ്റെ മിഡിൽ പോർഷനിലായിരിക്കും നിൽക്കേണ്ടായിരിക്കും. നല്ല കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മെജോറിറ്റി അല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ട്രേറ്റ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആങ്ഷ്യസ് എന്നുള്ളൊരു ട്രേറ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, തീരെ ആങ്ഷ്യസ് അല്ലാത്ത ഭയങ്കര കാമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ മെജോറിറ്റി എങ്ങനെയായിരിക്കും? ഇതിൻ്റെ മിഡിൽ പോർഷനിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആൾപോർട്ട് പോസിറ്റ്സ് ട്രേറ്റ്സ് ആസ് സെൻട്രൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പേഴ്സണാലിറ്റി. ആൾപോർട്ട് ട്രേറ്റിനെ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അതൊരു സെൻട്രൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പേഴ്സണാലിറ്റി. ഇത് വെച്ചിട്ട് നമ്മുടെ പേഴ്സണാലിറ്റീനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ആൽപോർട്ട് പറഞ്ഞത്. ഹി ഹാസ് ഡിവൈഡഡ് ട്രേറ്റ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പാക്കിയിട്ടാണ് ആൽപോർട്ട് ട്രേറ്റിനെ ഡിവൈഡ് ചെയ്തത്. കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് ദെയർ പെർവേസീവ്നെസ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റീനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം 3 ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് ട്രേറ്റിനെ ഡിവൈഡ് ചെയ്തത്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്. Cardinal traits. Cardinal traits are the most pervasive one, including many other traits. Many aspects of one behavior and personality can be explained through cardinal traits. അതായത് എന്താണ്? കൂടുതലായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ട്രേറ്റുകൾ കൂട്ടം ചേർന്നിട്ട് കാണുന്നതാണ് എന്ത്? കാർഡിനൽ ട്രേറ്റ്. Many aspects of one's behavior and personality can be explained through cardinal traits. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ടും ഒരാളുടെ ബിഹേവിയറും പേഴ്സണാലിറ്റീനും പറ്റിയിട്ട് പറയാനായിട്ട് പറ്റും. കാരണം ഇതിലെന്താ? ഒരുപാട് ട്രേറ്റുകൾ കൂട്ടം കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കേട്ടോ. ഇനി അടുത്തത് സെൻട്രൽ ട്രേറ്റ്. ആർ ലെസ് പെർവേസീവ് ദാൻ ദ കാർഡിനൽ വൺസ് ബട്ട് സ്റ്റിൽ റെഫർ ടു ജനറലൈസ്ഡ് ഡിസ്പോസിഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ദീസ് ട്രേറ്റ്സ് ക്യാൻ ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ് ഇൻ ദ ഇൻഡിവിജ്വൽ. സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പുറമേ കാണുന്നതാണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും, ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ആങ്ഷ്യസ് എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇതൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ സെൻട്രൽ ട്രേറ്റാണ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മളെ ഒരു ക്യാരക്ടർ വെച്ച് പറയില്ലേ, ഇപ്പോൾ ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ എക്സ്ട്രാവേർട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ളതാണ്, ഭയങ്കര റൂഡായിട്ടാണ്, ഇതൊക്കെ പറയുന്നത് എന്താ? സെൻട്രൽ ട്രേറ്റ്. നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് പറയാൻ പറ്റുന്ന ട്രേറ്റിനെയാണ് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡറി ട്രേറ്റ് ആർ ലെസ് ജനറലൈസ്ഡ് ആൻഡ് കാനോട്ട് ബി ഡയറക്ട്ലി ഓർ പബ്ലിക്കലി ഒബ്സർവ്ഡ്. ഇത് കണ്ടോ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല.
These are also less relevant for the personality of the individual. ഒരു പേഴ്സണാലിറ്റീനെ പറ്റി പറയാനായിട്ട് ഈ ഒരു ട്രേറ്റ് നമുക്ക് പറ്റില്ല. അപ്പോൾ കണ്ടോ, സെൻട്രൽ എന്ന് പറയുമ്പോൾ എന്താ, ആങ്ഷ്യസ് ആണ്, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും. സെക്കൻഡറിയിൽ അത് പറ്റില്ല. കാരണം എന്താ, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പബ്ലിക്കലി നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനെ സെക്കൻഡറിയിൽ കൊണ്ടുപോയിട്ടേക്കുന്നത്. കാരണം ലെസ് റെലവൻറ്റ് ഫോർ ദ പേഴ്സണാലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റിക്ക് അത് ലെസ് റെലവൻ്റ് ആണ്, നമുക്ക് ആ പേഴ്സണാലിറ്റീനെ എന്താണെന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ട്രേറ്റ് ആണ് സെക്കൻഡറി ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഓക്കെ ആണോ മൂന്നെണ്ണം? ഓക്കെ. അടുത്തത് ആൽപോർട്ട് ആൻഡ് ഓട്ബർട്ട് initially have prepared a list of nearly 18,000 words from the dictionary that could be described as personality trait. ഇവിടെ എന്ത് ചെയ്തു, ആൽബർട്ടും ഓർബർട്ടും കൂടിയിട്ട് ഒരു 18,000 വേർഡ്സാണ് പേഴ്സണാലിറ്റീനെ കുറിച്ച് പറയുന്ന വേർഡ്സുകൾ ഡിക്ഷണറിയിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചത്. And later on, Cattell reduced these words by grouping and then used a statistical technique called factor analysis to finally come up with 16 personality factors. അങ്ങനെ ഈ 18,000 വേർഡ്സിനെയാണ് പിന്നെ എന്ത് ചെയ്ത് കാറ്റൽ അത് ചുരുക്കിയിട്ട് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആക്കി മാറ്റിയത്. ഈ ഫാക്ടേഴ്സിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഫാക്ടറാക്കി 18,000 വേർഡിനെ 16 ഫാക്ടർ ആക്കിയിട്ട് ആര് മാറ്റി, കാറ്റിൽ ചെയ്തു. ഒരു ടെക്നിക്കാണ് ഫാക്ടർ അനാലിസിസ്, നമ്മൾ സ്റ്റാറ്റിലൊക്കെ പഠിക്കുന്ന ടെക്നിക്കാണ്. ഇത് വെച്ചിട്ടാണ് ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആക്കി മാറ്റിയത്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഫാക്ടേഴ്സിൻ്റെ പേര് നമുക്ക് പ്രാക്ടിക്കലിനാണെങ്കിലും ആവശ്യമുള്ളതാണ്, പഠിച്ചു വയ്ക്കുക. ദീസ് ഫാക്ടേഴ്സ് ആർ വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡൊമിനൻസ്, ലിവ്ലിനെസ്, റൂൾ കോൺഷ്യസ്നെസ്, social boldness, sensitivity, vigilance, abstractness, privateness, apprehension, openness to change, self-reliance, perfectionism and tension. അങ്ങനെ 16 എണ്ണം എക്സാമിന് 16 എണ്ണം നമ്മൾ എഴുതണം കേട്ടോ. He termed these as source traits which refer to the underlying basic factors which can explain one personality. ഇതിനെന്ത് ചെയ്തു, സോഴ്സ് ട്രേറ്റ് ആയിട്ട് പറഞ്ഞു. കാരണം അതൊരു പേഴ്സണാലിറ്റീനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ട്രേറ്റുകളെ മൊത്തം സോഴ്സ് ട്രേറ്റുകൾ എന്നാണ് കാറ്റൽ പറഞ്ഞത്. കാറ്റൽ പ്രൊപ്പോസ്ഡ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് എന്താണ്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ. ഒരാളെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ടാൽ കാണിക്കുന്നതാണ് അയാളുടെ പേഴ്സണാലിറ്റി. വേറൊരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ വേറെ പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ കാറ്റൽ പറഞ്ഞ എന്താണ്, ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ. ദ ട്രേറ്റ്സ് ഇൻട്രാക്ട് വിത്ത് ദ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ പേഴ്സണാലിറ്റി. കണ്ടോ, ട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്ട് വിത്ത് ദ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യങ്ങളോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ട്രേറ്റ് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഭയങ്കര കാമായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കാം, സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ ആ കാം അതിൻ്റെ മിഡിൽ കണ്ടിന്യത്തിലെത്തും, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ കണ്ടിന്യത്തിലെത്തും. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ട്രേറ്റും സിറ്റുവേഷണൽ ഫാക്ടേഴ്സും രണ്ടും കൂടെ. അപ്പോൾ പേഴ്സൺസിൻ്റെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ട്രേറ്റ് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹി ഡി നോട്ട് സിറ്റ് വിത്ത് ഫോർമുല R = F(F)P വേർ R refers to the person's response. നമ്മളെങ്ങനെ ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്, F(F), അതായത് ഫങ്ഷൻ ഓഫ് S is the stimulus situation and P is the personality. നമ്മുടെ ഒരു സ്റ്റിമുലസ് സിറ്റുവേഷൻ, അതായത് ആ സിറ്റുവേഷനിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, ആൻഡ് നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്, ഈ ഒരു സിറ്റുവേഷനും നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, ട്രേറ്റും സിറ്റുവേഷണൽ ഫാക്ടേഴ്സും കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബേസിക് ഫാക്ടേഴ്സ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് സോഴ്സ് ട്രേറ്റ് ആണ്. ഈ 16 എണ്ണത്തിനെയാണ് സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അതല്ല, പിന്നെ വേറെ എന്ത് പറഞ്ഞു, ഈ ട്രേറ്റ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. അതിന് അദ്ദേഹം ഒരു ഫോർമുല കൊടുത്തത് R = F(F)P. R എന്ന് പറയുന്നത് റെസ്പോൺസ്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ്, F എന്ന് പറയുന്നത് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് S ഈസ് ദ സ്റ്റിമുലസ് സിറ്റുവേഷൻ, നമ്മുടെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലസ്. ഇപ്പോൾ ഒരാൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മളോട് ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു സിറ്റുവേഷനാണ്. ആൻഡ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തുണ്ട്, ആങ്ഷ്യസ് എന്നുള്ളൊരു ട്രേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും, തിരിച്ച് അതേപോലെ തന്നെ ദേഷ്യപ്പെടും.
അങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി പുറത്തേക്ക് വരുന്നത്. ഫർദർ കാറ്റൽ ഹാസ് കൺസിഡർഡ് ദ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയറമെൻറ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്. അപ്പോൾ അത് മാത്രമല്ല വേറെ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിൽ. റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയറമെൻറ്റ് രണ്ടും പറയുന്നുണ്ട്. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രേറ്റ് അതിൽ പെട്ടു അല്ലേ. ഹെറിഡിറ്റി പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ട്രേറ്റ് നമുക്ക് അതിൽ വേണമെങ്കിൽ ഹെറിഡിറ്റിയിൽ കൊണ്ടുപോയിടാം. പിന്നെ എന്താണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതാണ് മൂപ്പര് എൻവയറമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ ആണ് ട്രേറ്റ് ഫാക്ടർ ട്രേറ്റ് തിയറി. ഓക്കെ. ഇനി അടുത്തത് 5 ഫാക്ടർ തിയറി. Later on, another major theory called the 5-factor theory or the Big Five focused on 5 basic personality traits described by the acronym OCEAN. 5-factor theory കൊണ്ടുവരുന്നത് ഓഷ്യൻ 5 വേർഡ്സ് ആണ്. ഓപ്പൺനെസ്, കൺസെൻഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസം. 5 എണ്ണം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ 5-factor തിയറി. ഈ 5 ഫാക്ടേഴ്സിന് വെച്ചിട്ടാണ് പേഴ്സണാലിറ്റിനെ പറയുന്നത്. ബിഗ് 5 തിയറി എന്നും കൂടെ പറയുന്നുണ്ട്. Openness include trait related to intellect, imagination, insightful, artistic and creative. ഇതൊക്കെയാണ് ഓപ്പൺനെസ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ടായിരിക്കും, ഇമാജിനേഷൻ, ഇൻസൈറ്റ്ഫുൾ, ആർട്ടിസ്റ്റിക് ആൻഡ് ക്രിയേറ്റിവിറ്റി. കൺസെൻഷ്യസ്നെസ്സിലെ ഇൻക്ലൂഡിങ് ബീങ് കെയർഫുൾ, നമുക്ക് മറ്റുള്ളവർ കൂടുതലായിട്ട് കെയർ ചെയ്യുക, കുറച്ച് സോഷ്യബിലിറ്റി. ഇതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് thoughtful and organized. It includes paying attention to detailed planning, goal-directed behavior and impulse control. കണ്ടത് നല്ലൊരു മൊറാലിറ്റി ബേസ്ഡുള്ള ഒരു സംഭവമാണ് എന്ത്? കൺസെൻഷ്യസ്നെസ്. കെയർഫുൾ ആണ്, തോട്ട്ഫുൾ ആണ്, ഓർഗനൈസ്ഡ് ആണ്, പിന്നെ പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, പ്ലാനിങ്, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, ഇമ്പൾസ് കൺട്രോൾ അല്ലേ. മൊത്തത്തിൽ നല്ലൊരു സ്വഭാവം. ഇനി അടുത്തത് എക്സ്ട്രാവേർഷൻ. Extraversion includes traits like sociability, energetic, excitability, gregarious and assertive. There is high emotional expressiveness. ഇവിടെ എന്താണ് എക്സ്ട്രാവേർഷൻ? നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഭയങ്കര സോഷ്യബിലിറ്റി ആണ്, എനർജറ്റിക് ആണ്, എക്സൈറ്റബിലിറ്റി, ഗ്രിഗേറിയസ് ആൻഡ് അസർട്ടീവ്. മനസ്സിലാക്കല്ലേ? ഞാൻ കോളംസ് ഇട്ടുണ്ട്. ഹലോ. ആ ഇല്ല അല്ലേ? ആ അപ്പം അത് ഒന്നും ചെയ്യണ്ടല്ലോ. വേറെ അവിടെ നേഴ്സുമാരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ. ആ ആ ചേച്ചിക്ക് എന്ത് കണ്ടിട്ട് തോന്നണേ? ഞാൻ ആ പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു. പറയണ്ടല്ലോ അങ്ങനെ പറയണത്. എന്തായാലും നാളെ നോക്കാല്ലേ? ആ അത് മതി. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ വല്ല ഇൻഫെക്ഷൻ ആയാലേ. ആ അതെ. ആ ശരി ശരി. നാളെ എപ്പോഴാവും? ആ ശരി ശരി. ഓക്കെ. Okay. Next, agreeableness refers to trustfulness, being helpful, kind, affection, pro-social and altruistic behavior. ഇവിടെ എന്താണ് അഗ്രിയബിൾസ് എന്ന് പറയുമ്പോൾ? ട്രസ്റ്റ്ഫുൾ ആണ്, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര കൈൻഡ് ആണ്, അഫെക്ഷൻ, പ്രോ സോഷ്യൽ, ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ. ഇതൊക്കെ അഗ്രിയബിൾനെസ്സിൽ പെട്ടു. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ന്യൂറോട്ടിസം. Neuroticism refers to the trait like being anxious, moody and irritability. There is lack of emotional stability. Emotional stability ഭയങ്കര കുറവായിരിക്കും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് സങ്കടം വരിക, കരയുക, ഇമോഷണൽ ആവുക, അതൊക്കെ ന്യൂറോട്ടിസിസത്തിൽ പെട്ടതാണ്. ആങ്ഷ്യസ്, മൂഡി, ഇറിറ്റബിലിറ്റി. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പേഴ്സണാലിറ്റിയിൽ പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 5 ഫാക്ടർ പോലെ തന്നെ ഏതാണോ കൂടുതൽ കുറവ്. ഇപ്പോൾ ഓപ്പൺനെസ്, ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഓപ്പൺനെസ് ഒരു മീഡിയം, അതിലും മുകളിലായിട്ടൊക്കെ നിൽക്കും. കുറച്ച് ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ചിത്രം വരാം, ഇമാജിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരിക, അങ്ങനെ. പിന്നെ കൺസെൻഷ്യസ്നെസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കെയർഫുൾ, തോട്ട്ഫുൾ, ഓർഗനൈസ്ഡ്, ഇൻക്ലൂഡിങ് പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, പ്ലാനിങ്, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ഒക്കെ ഉണ്ട്. ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി നോക്കുക. ഇനി അടുത്തത് എക്സ്ട്രാവേർഷൻ. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എക്സ്ട്രാവേർഷൻ ഹൈ ആണ്. പിന്നെ അഗ്രിയബിൾനെസ് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ്ഫുൾനെസ്, ബീങ് ഹെൽപ്ഫുൾ, കൈൻഡ്, അഫെക്ഷൻ, പ്രോ സോഷ്യൽ, ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ ഒരു മീഡിയം ലെവലൊക്കെ നിൽക്കും. ന്യൂറോട്ടിസസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആങ്ഷ്യസ്, മൂഡി, ഇറിറ്റബിലിറ്റി, ദർ ഇസ് ലാക്ക് ഓഫ് ഇമോഷണൽ സ്റ്റെബിലിറ്റി.
പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടമൊക്കെ വരും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം ന്യൂറോട്ടിസിസം ഹൈ ആണ്. ഇങ്ങനെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി 5 ഫാക്ടർ വെച്ചിട്ട് പറയുന്നത്. കുറവാണോ കൂടുതലാണോ, അങ്ങനെയാണ്, അല്ലെങ്കിൽ മിഡിലാണോ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പേഴ്സണാലിറ്റി പറയും. ഈ 5 ഫാക്ടർ മാത്രം വെച്ചിട്ടാണ് പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. 5 ഫാക്ടർ തിയറി ഒക്കെയാണോ? ഓക്കെ. ഇനി അടുത്തത് ബയോളജിക്കൽ ട്രേറ്റ് തിയറി. ഈ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാം കേട്ടോ എക്സാമ്പിളിന്. അതായത് ഈ എല്ലാ ഫാക്ടറും പേഴ്സണാലിറ്റീനെ പറ്റി പറയുന്നതാണ്. എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ് ഒക്കെ കണ്ട് പേഴ്സണാലിറ്റിയിലേക്കാണ് കൊടുക്കുന്നത്. The Big Five theory has been studied widely across cultures and evidence points out its effectiveness in predicting a wide array of behaviors. അപ്പോൾ ബിഗ് ഫൈവ് തിയറി, അതുകൊണ്ടാണ് അതിന് ബിഗ് ഫൈവ് തിയറി എന്ന് പറഞ്ഞത്. 5 ഫാക്ടർ തിയറി എന്നുള്ളത് ബിഗ് ഫൈവ് തിയറി ആക്കാൻ കാരണം എന്താണ്? ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. പല മേഖലകളിലും, കൾച്ചർ ആൻഡ് എവിഡൻസ്, അങ്ങനെ പല മേഖലകളിലും പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ പറ്റി പറയാൻ ഏറ്റവും നല്ലൊരു തിയറി ആയിരുന്നു. ഇനി അടുത്തത് ബയോളജിക്കൽ ട്രേറ്റ് തിയറി. Isaac proposed the biological trait theory which places a great emphasis on a biological basis for our personality. ഇവിടെ എന്താണ്? പേര് പോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ ബയോളജിക്കൽ ബേസിസ് ആയിട്ട്, ബയോളജിക്കൽ റീസൺ എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ, ആ ഒരു കാര്യമായിരുന്നു ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഹിസ് തിയറി പ്രപ്പോസ് ദാറ്റ് പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് 3 dimensions ഓർ സൂപ്പർ ട്രേറ്റ്സ് ഓൾസോ കോൾഡ് ടൈപ്സ്. ഇവിടെ എന്താണ്? 3 ഡയമെൻഷൻസ് ആക്കിയിട്ടാണ് പറഞ്ഞത്. അതിനെ സൂപ്പർ ട്രേറ്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞു. 3 ഡയമെൻഷൻ പേഴ്സണാലിറ്റി ബയോളജിക്കൽ ബേസിലാണ് പറയുന്നത്. അത് 3 ഡയമെൻഷൻസ് അല്ലെങ്കിൽ സൂപ്പർ ട്രേറ്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്നൊക്കെ അതിനെ വിളിച്ചു. ദീസ് ട്രേറ്റ്സ് ആർ ഇൻട്രോവേർഷൻ, എക്സ്ട്രാവേർഷൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ന്യൂറോട്ടിസിസം, ലോ കൺസ്ട്രെയിൻറ്റ്, ഹൈ കൺസ്ട്രെയിൻറ്റ്. ദ ലാസ്റ്റ് ഡയമെൻഷൻ വാസ് ഏർലിയർ നോൺ ആസ് സൈക്കോട്ടിസിസം. അതായത് ഈ ലോ കൺസ്ട്രെയിൻറ്റും ഹൈ കൺസ്ട്രെയിൻറ്റും ഇതാണെന്ത്? സൈക്കോട്ടിസിസം എന്ന് അറിയപ്പെട്ടിരുന്നു. മുന്നേ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നത് ഇൻട്രോവേർഷൻ, എക്സ്ട്രാവേർഷൻ, അടുത്തത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, ന്യൂറോട്ടിസിസം, നെക്സ്റ്റ് വൺ ലോ കൺസ്ട്രെയിൻറ്റ്, ഹൈ കൺസ്ട്രെയിൻറ്റ്. ദ ലാസ്റ്റ് ഡയമെൻഷൻ വാസ് ഏർലിയർ നോൺ ആസ് സൈക്കോട്ടിസിസം. അവസാനത്തെ ലോ കൺസ്ട്രെയിൻറ്റ്, ഹൈ കൺസ്ട്രെയിൻറ്റ്, ഇത് ആദ്യം എന്താ പേരിൽ അറിയപ്പെട്ടിരുന്നത്? സൈക്കോട്ടിസിസം. ഇൻട്രോവേർഷൻ റെഫേഴ്സ് ടു ബീയിങ് ഷൈ ആൻഡ് റിസർവ്ഡ്, വെയറാസ് എക്സ്ട്രാവേർഷൻ റെഫേഴ്സ് ടു ദ സോഷ്യബിൾനെസ് ആൻഡ് ഔട്ട് ഗോയിങ് നേച്ചർ ഓഫ് ദ പേഴ്സൺ. ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് എന്താ? ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആൻഡ് റിസർവ്ഡ് ആണ്. വെയറാസ് എക്സ്ട്രാവേർഷൻ റെഫേഴ്സ് ടു ദ സോഷ്യബിൾനെസ് ആൻഡ് ഔട്ട് ഗോയിങ് നേച്ചർ ഓഫ് ദ പേഴ്സൺ. സാധാ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രാവേർഷൻ. ദിസ് ട്രേറ്റ് ഈസ് സിമിലർ ടു ദി എക്സ്ട്രാവേർഷൻ ട്രേറ്റ് ഇൻ ദ ബിഗ് ഫൈവ് തിയറി. ഇതെന്താണ്? എക്സ്ട്രാവേർഷൻ എന്ന് ബിഗ് ഫൈവ് തിയറിയിൽ പറയുന്ന അതിനോട് മാച്ചാണ് ഈ ഒരു സംഭവം. ഇനി ഇമോഷണൽ സ്റ്റെബിലിറ്റി റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി ഇൻ വൺസ് മൂഡ് ആൻഡ് ഇമോഷൻസ്. ഇമോഷൻ സ്റ്റെബിലിറ്റി എന്താണ്? നമുക്ക് ഇമോഷൻസും മൂഡ്സും അതൊക്കെ നമ്മൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ അതിങ്ങനെ സപ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ്. സപ്രസ് ചെയ്യാന്ന് മാത്രമല്ല, അസർട്ടീവായിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് ദേഷ്യം വരുന്ന കാര്യമാണെങ്കിലും ആ ദേഷ്യത്തിനെ അവിടെ ഒതുക്കി വെച്ചിട്ട് നല്ല രീതിക്ക് പറയാം. അതിനെല്ലാം നമ്മൾ അസർട്ടീവായിട്ട് സംസാരിക്കല, അസർട്ടീവ്നെസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഓൺ ദി അതർ ഹാൻഡ്, ന്യൂറോട്ടിസിസം ഡയമെൻഷൻസ് വിച്ച് ഓൾസോ ദർ ഇൻ ദ ബിഗ് ഫൈവ് തിയറി റെഫേഴ്സ് ടു ബീയിങ് മോർ ഇമോഷണൽ, ടെൻസ്, ആങ്ഷ്യസ് ആൻഡ് മൂഡി. ഈ സംഭവമാണ് എന്ത്? ന്യൂറോട്ടിസിസം എന്ന രീതിയിൽ ബിഗ് ഫൈവിൽ പറയുന്നത്. അതിൽ ന്യൂറോട്ടിസിസം എന്താണ്? മോർ ഇമോഷണൽ ആണ്, ടെൻസ് ആണ്, ആങ്ഷ്യസ് ആൻഡ് മൂഡിയാണ്. ഇവിടെ പറയുന്നത് അത് വേറെ രീതിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അത് ഒരു എബിലിറ്റി ആക്കിയിട്ട് പറഞ്ഞേക്കാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവാക്കിയിട്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ കഴിവില്ലെങ്കിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ ന്യൂറോട്ടിസിസത്തിലെത്തും. അതായത് മോർ ഇമോഷണൽ, ടെൻസ്, ആങ്ഷ്യസ് ആൻഡ് മൂഡി. എന്ത് എരിയുണ്ട? എന്ത് വേനിക്കുണ്ട? പോയിട്ട് കൈ സോപ്പിട്ട് കഴുകും. Next, constraint traits refers to the ability to control impulse, and this is similar to the conscientiousness part of the trait of the big five. The constraint trait. എന്താണ് നമ്മൾ ബിഗ് ഫൈവിൽ പറഞ്ഞ കൺസൈഷ്യസ്നെസ്, അതിനോട് മാച്ചാണ് ഈ കൺസ്ട്രെയിൻറ്റ് ട്രേറ്റ്. അതായത് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി, അതൊക്കെ അതിനോട് മാച്ച് ആയിട്ടിരിക്കും. ഇൻ ദ ഫിഗർ
The constraint trait ranges from low constraint or high psychoticism, the neurotic extraversion segment, to high constraint or low psychoticism, the introversion emotionally stable segment. നമുക്ക് ഈ ഒരു പിക്ചർ നമുക്കൊന്നുകൂടി പറയാം. കൺസ്ട്രെയിൻറ്റ് റേറ്റ് റേഞ്ചസ് ഫ്രം ലോ കൺസ്ട്രെയിൻറ്റ് ഓർ ഹൈ സൈക്കോട്ടിസിസം. ഇവിടെ ലോ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇത് ഇൻട്രോവേർഷൻ കണ്ടോ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താവും, ഇൻട്രോവേർഷൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഇത് എക്സ്ട്രാവേർഷൻ. ഇവിടെ കണ്ടോ ന്യൂറോട്ടിക്, ഇവിടെ ന്യൂറോട്ടിക് ലെസ്. ഇനി കൺസ്ട്രെയിൻറ്റ് റേറ്റ് റേഞ്ചസ് ഫ്രം ലോ കൺസ്ട്രെയിൻറ്റ് ഓർ ഹൈ സൈക്കോട്ടിസിസം. ഇങ്ങോട്ട് വരും. ഇതാണ് ഹൈ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ കണ്ടോ, ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെയാണ് ഇത് ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ. ഇവിടെയാണ് നമ്മുടെ ഹൈ സൈക്കോട്ടിസിസം വരുന്നത്, അല്ലെങ്കിൽ ലോ കൺസ്ട്രെയിൻറ്റ് വരുന്നത്. കണ്ടോ സാധനം കണ്ടോ, ഇവിടെ പിക്ചർ നോക്കണേ. ലോ കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ഹൈ സൈക്കോട്ടിസിസം എന്ന് പറയുന്നത് എന്താണ്, ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെൻറ്റ്. ഇതാണ് ന്യൂറോട്ടിക്, ഇത് ന്യൂറോട്ടിക്, ഇത് എക്സ്ട്രാവേർഷൻ. അപ്പം ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാ, ഈ സംഭവം, ഈ ഭാഗം. ഇതാണ് എന്ത്, ലോ കൺസ്ട്രെയിൻറ്റ്. ഇത് ലോ കൺസ്ട്രെയിൻറ്റ്. അപ്പം ഇതെന്തായിരിക്കും, ഇത് ഹൈ കൺസ്ട്രെയിൻറ്റ്, ഇത് ഹൈ കൺസ്ട്രെയിൻറ്റ്. അതായത് എന്താ, അപ്പോൾ എന്താണെന്ന് പറയാം, ഇൻട്രോവേർഷൻ ആൻഡ് ഇമോഷണൽ സ്റ്റേബിൾ സെഗ്മെൻറ്റ്. ഇത് ഇൻട്രോവേർഷനാണ്, ഇൻട്രോവേർഷൻ. ഇത് ഇമോഷണലി സ്റ്റേബിൾ സെഗ്മെൻറ്റ്. ഇത് ഇവിടെ ഇമോഷണലി സ്റ്റേബിൾ ആണ് കേട്ടോ, ഇമോഷണലി സ്റ്റേബിൾ സെഗ്മെൻറ്റ്. ഇവിടെ എന്താണ്, ഹൈ കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ലോ സൈക്കോട്ടിസിസം. അതിന് നമ്മൾ സൈക്കോട്ടിസിസം എന്നാണ് മുന്നേ പറഞ്ഞിരുന്നത്, അതായത് ഹൈയും ലോ ആക്കിയിട്ട് പറഞ്ഞു. ഇവിടെ എന്താക്കി, ഇപ്പോൾ അത് കൺസ്ട്രെയിൻ്റ് ആക്കി, ഹൈ കൺസ്ട്രെയിൻറ്റും ലോ കൺസ്ട്രെയിൻറ്റും. ഇപ്പോൾ ലോ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഹൈ സൈക്കോട്ടിസിസം ആണ്, അതായത് ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെൻറ്റ്. പിന്നെ ഹൈ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് എന്താ, ലോ സൈക്കോട്ടിസിസം ആണ്, ഇൻട്രോവേർഷൻ ഇമോഷണലി സ്റ്റേബിൾ സെഗ്മെൻറ്റ്. പിക്ചർ ഓക്കെ ആണോ? അതവിടെ നമുക്ക് ടെക്സ്റ്റിൽ ഫുള്ള് തരാത്തത് കൊണ്ടാണ് നമുക്കത് അവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ എന്തെന്നാ പറയുന്നത്, ലോ കൺസ്ട്രെയിൻറ്റും ഹൈ കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് മുന്നേ അതിനെ സൈക്കോട്ടിസിസം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലോവും ഹൈയും നമുക്ക് ഇവിടെ വരയ്ക്കണം. അത് ഡയഗണൽ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ കണ്ടോ, ഇത് ന്യൂറോട്ടിക് ആണ്, സോറി, ഇത് ന്യൂറോട്ടിക്, ഇത് എക്സ്ട്രാവേർഷൻ, ഇത് ഇൻട്രോവേർഷൻ, ഇത് ഇമോഷണലി സ്റ്റേബിൾ ആണ് കേട്ടോ. ഇവിടെ താഴെ വരുന്നത് ഇമോഷണലി സ്റ്റേബിൾ ആണ്. ടെക്സ്റ്റിലെ പിക്ചറിലില്ലേ ഇമോഷണലി സ്റ്റേബിൾ എന്നുള്ളത്, മനസ്സിലായി. ഇമോഷണലി സ്റ്റേബിൾ. അപ്പൊ ഇവിടെ നമുക്ക് കൺസ്ട്രെയിന്റ് എവിടെ കൊടുക്കണം എന്നുള്ളതാണ് അറിയേണ്ടത്. ലോ കൺസ്ട്രെയിന്റ് ഇവിടെയാണ് ലോ കൺസ്ട്രെയിന്റ് വരുന്നത്. ലോ കൺസ്ട്രെയിന്റ് ഈ ഭാഗത്താ, അതായത് ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെന്റ്. ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെന്റിലാണ് ലോ കൺസ്ട്രെയിന്റ് കൊടുക്കേണ്ടത്. അതായത് ഹൈ സൈക്കോട്ടിസിസം, ഹൈ സൈക്കോട്ടിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. അതെവിടെ കിടക്കുന്നു, ന്യൂറോട്ടിക് എക്സ്ട്രാവേർഷൻ സെഗ്മെന്റിൽ, ഈ ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുക. മനസ്സിലായോ? ഇനി അടുത്തത് ഹൈ കൺസ്ട്രെയിന്റ്. ഹൈ കൺസ്ട്രെയിന്റ് അതെന്ന് പറയുന്നത് എന്താ, ലോ സൈക്കോട്ടിസിസം. ലോ സൈക്കോട്ടിസത്തിനെയാണ് നമ്മൾ ഹൈ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. അത് കിടക്കുന്നത് ഇൻട്രോവേർഷൻ ഇമോഷണലി സ്റ്റേബിൾ സെഗ്മെന്റ്. ഇത് ഇമോഷണലി സ്റ്റേബിൾ സെഗ്മെന്റാ, അവിടെയാണ്. അപ്പോൾ ഈ പോയിന്റിലാണ് ആര് കിടക്കുന്നത്, ഹൈ കൺസ്ട്രെയിന്റ്, അതായത് ലോ സൈക്കോട്ടിസിസം കിടക്കുന്നത്. ഈ ഒരു സാധനം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണ്. അപ്പോൾ ന്യൂറോട്ടിക്കും എക്സ്ട്രാവേർഷനും ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇനി
ഇൻട്രോവേർഷനും പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹൈ കൺസ്ട്രെയിൻറ്റ് അഥവാ ലോ സൈക്കോട്ടിസിസം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. According to IGNOU, these personality traits such as introversion or extraversion are affected by the ബയോളജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇതിലെ ഇൻട്രോവേർഷനും അതുപോലെ തന്നെ എക്സ്ട്രാവേർഷനും ഇതിന് രണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നത് ആരാണ്? ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സിമിലർലി ന്യൂറോട്ടിസിസം ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഓർ വിസറൽ ബ്രെയിൻ. ഇതിൽ നമ്മുടെ ന്യൂറോട്ടിസിസം നമുക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. ദസ് ദ ബയോളജിക്കൽ ഫാക്ടർ എഫക്ട്സ് അവർ തോട്ട്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. However, IGNOU also recognize the contributing role of the environment in addition to the biological factors. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഇമോഷൻസിനെയും തോട്ടിനെയും ബിഹേവിയറിനും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ബയോളജിക്കൽ പ്രോസസ്സാണ്. അതേപോലെ തന്നെ ന്യൂറോട്ടിസിസം അത് ഏതിൻ്റെ പേരിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ വിസറൽ ബ്രെയിൻ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ന്യൂറോട്ടിസിസം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് തോട്ട്, ഇമോഷൻസ്, ബിഹേവിയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഇതിൽ എൻവയറമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ IGNOU പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇൻട്രോവേർഷൻ ആയാലും എക്സ്ട്രാവേർഷൻ ആയാലും ന്യൂറോട്ടിസിസ് ആയാലും ഏതിലായാലും എൻവയറമെൻറ്റൽ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IGNOUവിൻ്റെ തിയറി ആയിരുന്നു എന്ത്? ബയോളജിക്കൽ ട്രെയ്റ്റ് തിയറി. കുഴപ്പമില്ലല്ലോ. 3 ഡയമെൻഷൻസ് ആയിട്ടാണ് പറയുന്നത്. 3 ഡയമെൻഷൻസ് അതിനെ ട്രെയ്റ്റ്, സൂപ്പർ ട്രെയ്റ്റ് അല്ലെങ്കിൽ ടൈപ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രാവേർഷൻ, പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ന്യൂറോട്ടിസിസം, ലോ കൺസ്ട്രെയിൻറ്റ് ഓർ ഹൈ കൺസ്ട്രെയിൻറ്റ്. ഇനി ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം ആൻഡ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം. One of the recent theories emphasizing the biological base of personality is the model advocated by Jeffrey Gray. അതായത് ബയോളജിക്കൽ പേഴ്സണാലിറ്റിയിലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ച് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് ജെഫ്രി ഗ്രേ ആണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം. ഇതിൽ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞത് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം ആൻഡ് ദ ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം. 2 രീതിയിൽ പറഞ്ഞു. ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം ആൻഡ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം രണ്ടും നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. BAS അതായത് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം, ഗോ സിസ്റ്റം ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്റ്റിമുലസ് സീക്കിംഗ് ആൻഡ് റിവാർഡ് ഓറിയൻറ്റേഷൻ. അതാണ് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം. നമ്മളൊരു റിവാർഡ് കൊടുത്ത് നമ്മുടെ ബിഹേവിയർ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ മെച്ചപ്പെടുത്തുക. ഇതാണ് ഗോ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന അതേ സംഭവം. വെറാസ് ദ ബീസ് അതായത് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം, the stop system of the brain that inhibits behavior as it may lead to anxiety. എന്താണ് ഇവിടെ? സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. ഒരു ബിഹേവിയറിനെ മുന്നോട്ട് കൊണ്ടുവന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. സ്റ്റോപ്പ് സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഇൻഹിബിറ്റ്സ് ബിഹേവിയർ ആസ് ഇറ്റ് മേ ലീഡ് ടു ആൻസൈറ്റിയിലോട്ട് പോകുമെന്ന് തോന്നുന്ന ഒരു ബിഹേവിയറിനെ അവിടെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഇതാണ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം. The individual here wants to avoid punishment, while BAS is more influenced by rewards. Thus, BAS can be linked to neuroticism and BAS can be related to extraversion. ഇവിടെ എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വൽ ഹിയർ വാണ്ട്സ് ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. നമുക്കിവിടെ പണിഷ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത്. വൈൽ BAS ഈസ് മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ റിവാർഡ്. പണിഷ്മെൻ്റ് അല്ല അവിടെ കൊടുക്കുന്നത്, റിവാർഡ് കൊടുക്കുകയാണ്. റിവാർഡ് കൊടുത്തുകൊണ്ട് ഒരു ബിഹേവിയറിനെ മുന്നോട്ട് കൊണ്ടുവരിക. ദസ് BAS ക്യാൻ ബി ലിങ്ക്ഡ് ടു ന്യൂറോട്ടിസിസം ആൻഡ് BAS ക്യാൻ ബി റിലേറ്റഡ് ടു എക്സ്ട്രാവേർഷൻ. BAS ഒരു ന്യൂറോട്ടിസിസമാണ്. ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ സംഭവങ്ങൾ കണ്ടോ. ആങ്ഷ്യസ് ആയിരിക്കും, മൂഡി ആയിരിക്കും, പെസിമിസ്റ്റിക്, ക്വൈറ്റ്, റിസർവ്ഡ്, റിജിഡ്, സോബർ, അൺസോഷ്യബിൾ. അതൊക്കെയാണ് എന്ത്? ന്യൂറോട്ടിക്, അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ. അതും പിന്നെന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് BAS ന്യൂറോട്ടിസിസം, BAS എക്സ്ട്രാവേർഷനും ആയിരിക്കും. അത് അവർക്ക് കൊടുക്കുന്ന എന്താണ്? BAS എന്താണ്? പണിഷ്മെൻ്റ് ഇല്ല, റിവാർഡ് മാത്രമേ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കുട്ടികളുടെ ക്യാരക്ടറിനെ നമുക്ക് നോക്കാം അല്ലേ. ഭയങ്കര എക്സ്ട്രാവേർഷൻ ആയിരിക്കും, എല്ലാ കാര്യം തുറന്നു പറയും, ഒന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല, റിവാർഡുകളാണ്. അപ്പം ഞാനിത് പറഞ്ഞാലും എന്നെ ആരും പണിഷ് ചെയ്യില്ല, ഒരു നല്ല രീതിക്ക് പോകും. അതാണ് BAS, ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം. ഇൻഹിബിഷൻ സിസ്റ്റത്തിൽ എന്താണ്? സ്റ്റോപ്പ് ചെയ്യാണ്.
ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഠിത്തം ചിലപ്പോൾ അവിടെ നിർത്തുക, അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടു, പിന്നെ എന്തായി, പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് ഡള്ളായിരിക്കും. അപ്പം അത് ന്യൂറോട്ടിസിസം എന്ന് വേണമെങ്കിൽ പറയാം. BIS can be linked to neuroticism and BIS can be related to extraversion. അപ്പോൾ ഇത്രയും നമ്മൾ പേഴ്സണാലിറ്റിയാണ് നോക്കിയത്. ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ആദ്യം സൈക്കോഡൈനാമിക്, പിന്നെ ബിഹേവിയറൽ, ഹ്യൂമാനിസ്റ്റിക്, അങ്ങനെ പേഴ്സണാലിറ്റിയുടെ എല്ലാ തിയറീസും കൂടെ ചോദിക്കില്ല. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ സൈക്കോഡൈനാമിക് എഴുതാൻ, അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് തിയറി എഴുതാൻ, ട്രേഡ് തിയറി എഴുതാൻ, അങ്ങനെയൊക്കെയാവും ചോദിക്കാം. 5 ഫാക്ടർ തിയറി ഒക്കെ എല്ലാ വട്ടം വരുന്ന ക്വസ്റ്റ്യനാണ്. ബയോളജിക്കൽ ട്രേറ്റ്, ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം ആൻഡ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം. ലാസ്റ്റ് വണ്ണാണ്. ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. ഇന്ത്യയിലെ കാഴ്ചപ്പാട് സെൽഫ് പേഴ്സണാലിറ്റി എന്നതിനോടൊക്കെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ദ മെയിൻ സ്ട്രീം സൈക്കോളജി മെയിൻലി റിഫ്ലക്ട്സ് ദ വെസ്റ്റേൺ നോഷൻ ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. മെയിൻ സൈക്കോളജിയിൽ എന്താണ്, ഇപ്പോൾ ഇന്ത്യയിലായാൽ കൂടുതൽ നമ്മൾ വെസ്റ്റേൺ കളക്ഷൻസ് ആണ് അല്ലേ. ഇന്ത്യൻ തിയറീസിലൊക്കെ കാണുന്നത് വെസ്റ്റേൺ തിയറീസ് ആണ്. ഇറ്റ് അഡ്വക്കേറ്റ്സ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് ഓറിയൻറ്റേഷൻ ടു സെൽഫ് ആൻഡ് എംഫസിസ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് യൂണീക്നെസ് ഓഫ് ദ സെൽഫ്. വെസ്റ്റേൺ നോഷൻ എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഓറിയൻറ്റേഷനാണ്. അവിടെ എങ്ങനെ ഫുള്ള് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെൽഫായിട്ട് കുട്ടി ചെയ്യാനായിട്ട് പഠിക്കണം, യുണീക്കായിരിക്കും, ഇൻഡിപെൻഡൻസ് ആയിരിക്കും. അതൊക്കെ അവരുടെ തിയറിയിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കുട്ടി അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി അല്ലെങ്കിൽ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല വെച്ചെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നായിരിക്കും പറയാം. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ എന്തായിരിക്കും, ഇൻ കോൺട്രാസ്റ്റ് ദ ഇന്ത്യൻ കൾച്ചർ ട്രഡീഷൻ വ്യൂ സെൽഫ് ആസ് ഇൻ്റർ റിലേഷണൽ ആൻഡ് കോണ്ടെക്സ്റ്റൽ. നമ്മുടെ ഇതിലോട്ട് വരുമ്പോൾ അത് മാറി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി. ഇന്ത്യൻ കൾച്ചറൽ ട്രഡീഷൻ വ്യൂ സെൽഫ് ആസ് ഇൻ്റർ റിലേഷണൽ. സെൽഫ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഇൻ്റർ റിലേഷണൽ ആണ്, ആൻഡ് കോണ്ടെക്സ്റ്റൽ. സൊസൈറ്റി എന്തു പറയുന്നു അതാണ് ഇവിടുത്തെ സെൽഫ്. ദ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ്സ് ദ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫ് ഇൻ ദ 2 types ഓഫ് സെൽഫ് കോൺസ്ട്രൽ, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫ് ആസ് പ്രൊപ്പോസ്ഡ് ബൈ മാർക്കസ് ആൻഡ് കിഥായമാണ്. രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ സെൽഫ് എന്ന് പറയുന്ന സംഭവത്തിനെ രണ്ടാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫ്, ഇൻഡിപെൻഡൻറ്റ് സെൽഫും ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫും. ദ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫ് ഫോക്കസ് മോർ ഓൺ ദ ഫാമിലി. കണ്ടോ, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്താണ്, ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഇൻഡിവിജ്വലാണ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ദ ആട്രിബ്യൂട്ട്സ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി ആർ മോർ പ്ലൂറൽ ആൻഡ് ഫ്ലൂയിഡ്. ഇൻ്റർഡിപ്പെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, അവർ പറയുന്നതൊക്കെ നോക്കണം, സൊസൈറ്റി പറയുന്നതൊക്കെ നോക്കണം. അതാണ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫ്. സ്വന്തമായിട്ടൊരു സെൽഫില്ല. നെക്സ്റ്റ്, ഭഗവത്ഗീത, ദ ഇന്ത്യൻ സ്ക്രിപ്ചർ mentions that there are 3 types of personality such as sattva, rajas and tama. നമ്മുടെ ഭഗവത്ഗീതയിൽ 3 types of personality ആണ് പറയുന്നത്, സത്വ, രജാസ് ആൻഡ് തമസ്. The Hindu tamas. The Hindu philosophy, these are called trigunas, of 3 gunas, tendencies and qualities. ഹിന്ദു ഫിലോസഫിയിൽ ഇതിനെ നമ്മൾ ത്രിഗുണാസ് എന്ന് പറയുന്നുണ്ട്, അതായത് 3 ഗുണങ്ങൾ. അപ്പോൾ പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് സത്വ, രജസ് ആൻഡ് തമസ്, 3 കാര്യങ്ങളാണ്, സത്വം, രജസ് ആൻഡ് തമസ്. ഇതിനെ ഹിന്ദു ഫിലോസഫിയിൽ എന്താ പറയുന്നത്, 3 ഗുണാസ്, അതായത് 3 ഗുണങ്ങളായിട്ടാണ് പറയുന്നത്. സത്വ റെഫേഴ്സ് ടു ദ സ്പിരിച്വൽ ആസ്പെക്ട്, ഗുഡ് നേച്ചർ, പീസ്ഫുൾ ആൻഡ് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. സത്വം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണ്. ആത്മീയതയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവം, നല്ലൊരു നേച്ചർ, പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റീനെയാണ് സത്വം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രജസ് റെഫേഴ്സ് ടു ദ എനർജറ്റിക്, ആക്റ്റീവ്, അംബിഷ്യസ്, ഫിയറി ടൈപ്പ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണാലിറ്റി. രജസ് നമ്മൾ ഓജസ്, തേജസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ രജസ് എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീനെയാണ് രജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തമസ് refers to the negative aspects of our personality, anger, fear, laziness and negative emotions. തമസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുട്ട് എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അതേപോലെ തന്നെ എന്താണ്, ഒരു നെഗറ്റീവ് സൈഡാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു നെഗറ്റീവ് സൈഡിനെയാണ് തമസ് എന്ന് പറയുന്നത്. ദേഷ്യം, പേടി, മടി, അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ തമസിൽ കൊണ്ടേ പറഞ്ഞു. സത്വ, രജസ് ആൻഡ് തമസ്, ഈ 3 എണ്ണം ഭഗവത്ഗീതയിൽ ഉള്ളതാണ് പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന 3 types. All these 3 aspects of personality are there in each individual. However, one type may predominate than the other. ഈ 3 ആസ്പെക്ട്സും
ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ദ ഇന്റർപ്ലേ ഓഫ് ദീസ് ത്രീ ഗുണാസ് ഡിറ്റർമിൻസ് ദ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, പേഴ്സണാലിറ്റീനെ പറയാം. മറ്റുള്ള തിയറികൾ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ 5 ഫാക്ടർ തിയറി പറഞ്ഞു, അതിൽ 5 കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ 5 ഏതെങ്കിലും ഒന്ന് എന്തുണ്ടാവും, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ 3 ഗുണാസ് ഒരാൾക്ക് ഉണ്ടായിരിക്കും, അതിലേതെങ്കിലും ഒന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ 3 ഗുണങ്ങളും കൂട്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സും നേച്ചർ ആൻഡ് ടൈപ്പ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ദി വേദാന്തിക് ട്രഡീഷൻ ഓഫ് ഇന്ത്യ കൺസെപ്ഷ്യലൈസസ് പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് കർമ്മ ഓർ ദ ഡൂയിങ്സ് ഓഫ് എ പേഴ്സൺ. ഇനി വേദങ്ങളുടെ ആ ഒരു ട്രഡീഷൻ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റീനെ കർമ്മ, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയില്ലേ, ആ ഒരു ടേംസിലാണ് പേഴ്സണാലിറ്റീനെ പറയുന്നത്. ആസ് ദ പേഴ്സൺസ് ആക്ഷൻസ് ഓർ റെസ്പോൺസസ് ബിഹേവിയർ വിൽ ബി, സോ വിൽ ബി ദ കർമ്മ ഫല ഓർ ദ കോൺസിക്വൻസസ് ഇൻ ലൈഫ്. നമ്മൾ പറയുന്ന പോലെ അവനാൻ ചെയ്യുന്നതിൻ്റെ ഫലം, കർമ്മഫലം അവനാന് തന്നെ ലഭിക്കുന്നൊക്കെ പറയുന്ന പോലത്തെ ആ സംഭവം, നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസസ്, ബിഹേവിയർ, ഇതിൻ്റെയൊക്കെ കർമ്മഫലം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതാണ് വേദാന്തിക് ട്രഡീഷൻ പറയുന്നത്. The ultimate goal of life is to have no more karma and achieve liberation from the cycle of birth and death. ഇവിടെ ഈ ഒരു വേദാന്തിക് ട്രഡീഷൻ വെച്ചിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഹാവ് നോ മോർ കർമ്മ ആൻഡ് അച്ചീവ് ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. കർമ്മങ്ങൾ അധികം ഇല്ലാതെ നമ്മുടെ ആ ഒരു ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം, അതായത് നമുക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് നേടണം. അതാണ് വേദാന്തിക് ട്രഡീഷനിൽ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ട്രഡീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ വെസ്റ്റേണിൽ എന്താണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ഓറിയൻറ്റേഷൻ ടു സെൽഫ് ആൻഡ് എംഫസിസ് ഇൻഡിപെൻഡൻസ് ആൻഡ് യൂണീക്നെസ് ആണ്. പക്ഷെ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. കൾച്ചർ ട്രഡീഷനെ സെൽഫ് ഇൻ്റർ റിലേഷണൽ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ ആണ്. അതായത് 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് സെൽഫും ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് സെൽഫും. ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത് മോർ ഓൺ ഫാമിലിയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി ആർ മോർ പ്ലൂറൽ ആൻഡ് ഫ്ലൂയിഡ്. ഇനി ഭഗവത്ഗീതയിൽ പേഴ്സണാലിറ്റീനെ 3 ടൈപ്സ് ഗുണാസ് വെച്ചിട്ടാണ് പറയുന്നത്, സത്വ, രജസ് ആൻഡ് തമസ്. ഇതാണ് പേഴ്സണാലിറ്റിയുടെ ത്രിഗുണാസ് ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത്. സത്വ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണ്, ഗുഡ് നേച്ചർ, പീസ്ഫുൾ ആൻഡ് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. രജസ് എന്ന് പറയുന്നത് എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണ്, ആംബിഷ്യസ് ആൻഡ് ഫിയറി ടൈപ്പ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. തമസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, അതായത് ആങ്കർ, ഫിയർ, ലേസിനെസ്. ഇനി ഈ 3 ഏതെങ്കിലും ഒന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിരിക്കും, പക്ഷെ ഇത് 3 കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്പൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ വേദാന്തിക് ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ കർമ്മ, അതിനെ ബേസ് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റി പറയുന്നത്. കർമ്മഫലം, നമ്മുടെ ലൈഫിലെ കോൺസിക്വൻസസ്, അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഹാവ് നോ മോർ കർമ്മ ആൻഡ് അച്ചീവ് ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ചാപ്റ്റർ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഡിഫൈൻ പേഴ്സണാലിറ്റി, ഡിസ്കസ് ദ 5 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരുള്ളൂ. അപ്പോൾ പേഴ്സണാലിറ്റിക്ക് 3 മാർക്സ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 പേജ് എഴുതാനായിട്ട്, രണ്ട് പേജ് മതി. പേഴ്സണാലിറ്റീനെ ഒരു 1.5-2 പേജിൽ എഴുതാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഫാക്ടർ. അപ്പോൾ നമുക്ക് ആ പിക്ചർ വരയ്ക്കണം. പേഴ്സണാലിറ്റി നടുക്കിൽ വരച്ചിട്ട് ഓപ്പൺനെസ്, പിന്നെ അതുപോലെ തന്നെ കൺസെൻഷൻനെസ്, അങ്ങനത്തെ സാധനങ്ങൾ, ആ ഒരു പിക്ചർ വരച്ചിട്ട് വേണം 5 ഫാക്ടർ തിയറി എഴുതാൻ. ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഡിസ്ക്രൈബ് ദ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. ഇൻഡിവിജ്വൽ ഡിഫറൻസിലുള്ള കോൺസെപ്റ്റ് ഫസ്റ്റത്തെ പാർട്ടാണ്. പിന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പോൾ 4+6, അപ്പോൾ 2 പേജും 4 പേജും ആക്കിയിട്ട് ഒരു 6 പേജിൽ എഴുതാനായിട്ട് ഉണ്ടാവും. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ഹ്യൂമാനിസ്റ്റിക്കിലാണ് നമ്മുടെ മാഷ്ലോൻ്റെ ഹൈറാർക്കി നീഡ്, കാൾ റോഗറിൻ്റെ തിയറി ഒക്കെ വരുന്നത് ഹ്യൂമാനിസ്റ്റിക്കിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതുക. ഇനി എക്സ്പ്ലെയിൻ സൈക്കോ ഡൈനാമിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഫ്രൂയിഡിൻ്റെ സൈക്കോ ഡൈനാമിക്, ഐസ്ബർഗൊക്കെ വരയ്ക്കുക. സൈക്കോ സെക്ഷുവൽ സ്റ്റേജസ് കഴിയുന്നത് വരെ നമുക്ക് സൈക്കോ ഡൈനാമിക് തിയറി എഴുതണം. ഇനി ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ സ്കിന്നേഴ്സിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളുണ്ട്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് മറ്റേ ഇൻ്റർമിറ്റൻ്റ് ഷെഡ്യൂളില്ലേ, എന്താ ആ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞതല്ലേ? പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ അതുപോലെ തന്നെ മറ്റേത് ഏതാണ്,
റേഷ്യോ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്റർവെൽ ആ റേഷ്യോ, ആ സംഭവങ്ങളൊക്കെ എഴുതണം റീൻഫോഴ്സ്മെന്റിൽ. പിന്നെ 5 ഫാക്ടർ തിയറി. അപ്പോൾ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ 150 വേർഡ്സാണ് വേണ്ടുള്ളൂ, പക്ഷെ നമുക്ക് അപ്പോഴും പിക്ചർ വരയ്ക്കാം. 5 ഫാക്ടർ തിയറിയുടെ ഓക്കെ. പിക്ചർ വരച്ചിട്ട് എഴുതാം. പിന്നെ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് എഴുതണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ആദ്യം നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ എഴുതി ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് എഴുതിയതിന് ശേഷം ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് എഴുതുക. ഇനി അടുത്തത് ഡിഫൈൻ പേഴ്സണാലിറ്റി, ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് തന്നെ ഡിഫൈൻ പേഴ്സണാലിറ്റി ആൻഡ് ഡിസ്ക്രൈബ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ മാഷ്ലോ ഉണ്ട്, കാൾ റോഗർ ഉണ്ട്. മാഷ്ലോൻ്റെ ഒരു നീഡ് ഹയറാർക്കി പിക്ചർ വരയ്ക്കണം. ഏതിൽ ചോദിച്ചാലും നമുക്ക് പിക്ചേഴ്സ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ വൈകിട്ട് 101 എടുക്കാം കേട്ടോ. വൈകിട്ടത്തെ ആ ടൈം 4 മണി എന്നുള്ളത് കുറച്ച് നേരത്തെ ആക്കാമോ? നേരത്തെ എനിക്ക് എപ്പോഴാണ്? 4 3 മണിക്ക്. മണിക്ക് 3 മണി മതിയാവോ? 2:30 2:30. 3:30 ആകുമ്പോ എനിക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്. ആ അതെ, അപ്പൊ ഒരു 2-2:15 തുടങ്ങാം. നമുക്ക് ആ ഒരു ചാപ്റ്റർ ഓക്കെ തീർക്കാന്ന് ഓക്കെ വിചാരിച്ചിട്ട്. അപ്പൊ 2:15 സ്റ്റാർട്ട് ഓക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി ശരി ഓക്കെ.